ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സോയാ കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായി വെച്ചിരുന്നു. അതിലേക്ക് 1 കപ്പ് സോയാബീൻ ഇട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതായി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ഇതെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ചൂടാറി വരട്ടെ. ചൂടാറി വരുമ്പോൾ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടിപ്പോകരുത്, ചെറിയ കഷ്ണം മതി. ഒരു 4 ഉണക്കമുളക്, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കണ്ട, തക്കാളിയുടെ വെള്ളം ഉണ്ടാവും. അരച്ചെടുത്തതാണ്, ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് മതി. അതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് ഈ എണ്ണയിൽ കിടന്നൊന്ന് തെളിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. മസാലയുടെ ഒക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ. മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, അതില്ലെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. എരിവിന് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത്. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, തിളപ്പിച്ച വെള്ളമൊന്നും വേണമെന്നില്ല. അത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് കുറഞ്ഞ വെള്ളത്തിലാട്ടോ അത് വേവിച്ചെടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ ഇതിനൊരു വെള്ളച്ചൊവ വരും. അതുകൊണ്ട് കുറഞ്ഞ വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. എന്നിട്ട് ഒന്ന് പകുതി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ ആദ്യം വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. മസാലയൊക്കെ അതിൽ പിടിച്ചു കിട്ടും. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി തുറന്ന് നമുക്കിത് വെന്തോ നോക്കാം. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം.
ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു ടേസ്റ്റി കറിയാട്ടോ അത്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാട്ടോ അത്. ഒരുപാട് പണിയൊന്നുമില്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.